നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിവാഹത്തിന് ഓരോ നക്ഷത്രക്കാർക്കും ഏത് നക്ഷത്രങ്ങൾ ചേരും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. നക്ഷത്രങ്ങൾ തമ്മിൽ ചേർന്നാൽ പോലും ജാതകം നോക്കേണ്ട ആവശ്യമുണ്ട്. ചില നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തം നോക്കുമ്പോൾ 6 പൊരുത്തം 6.5 പൊരുത്തമൊക്കെ ഉണ്ടാകും. എങ്കിലും ആദ്യം നോക്കേണ്ടത് ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുമോ എന്നാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി ജാതകത്തിലേക്ക് കടക്കാവൂ. അശ്വതി നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകേരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചോതി, അനിഴം, ഉത്രാടം, മുക്കാല്, തിരുവോണം, പൂരുരുട്ടാതി, കാല്, രേവതി. ഇത്തരം നക്ഷത്രങ്ങളാണ് അശ്വതി നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന് ചേരുന്നത്. ഭരണി നക്ഷത്രത്തിൽ പറയുന്ന പുരുഷന് കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർദം, ആയില്യം, മകം, ഉത്രം, അത്തം, ചോതി, ഉത്രാടം, മുക്കാല്, തിരുവോണം. ഇത്തരം നക്ഷത്രങ്ങളാണ് ഭരണിക്കാർക്ക് ചേരുന്നത്. കാർത്തികക്കാല് മേടക്കൂറ്. ഭരണി, കാർത്തിക, രോഹിണി, മകേരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, അനിഴം, തൃക്കേട്ട, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി, പൂരുരുട്ടാതി, കാല്, രേവതി. ഇത്തരം നക്ഷത്രങ്ങളാണ് കാർത്തിക കാലിൽ മേടക്കൂറിൽ നിൽക്കുന്ന കാർത്തിക ചേരുന്നത്. കാർത്തിക മുക്കാല് ഇടവക്കൂറ്. ഭരണി, കാർത്തിക, രോഹിണി, മകേരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, അനിഴം, തൃക്കേട്ട, അവിട്ടം രണ്ടാം പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഇത്രയും നക്ഷത്രമാണ് കാർത്തിക ഇടവക്കൂറുകാർക്ക് മുക്കാഭാഗത്തിന് ചേരുന്നത്. രോഹിണി നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന് അശ്വതി, ഭരണി, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, അനിഴം, പൂരുരുട്ടാതി, മുക്കാല്. അത്രയും രോഹിണിക്ക്. മകയിരം ആദ്യ പകുതി ഇടവക്കൂറ്. രോഹിണി, തിരുവാതിര, പുണർദം, ആയില്യം, മകം, ഉത്രം, അത്തം, ചോതി, വിശാഖം, പൂരുരുട്ടാതി, മുക്കാല്, രേവതി. അത് മകയിരത്തിന്റെ ആദ്യ പകുതി. മകയിരം രണ്ടാം പകുതി മിഥുനക്കൂറ്. തിരുവാതിര, പുണർദം, ആയില്യം, മകം, ഉത്രം, അത്തം, ചോതി, വിശാഖം, ഉത്രാടം, തിരുവോണം, പൂരുരുട്ടാതി, കാല്, രേവതി. തിരുവാതിര നക്ഷത്രത്തിൽ പുരുഷന് മകയിരം, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, തൃക്കേട്ട, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. പുണർദം നക്ഷത്രം പുരുഷന് രോഹിണി, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, തിരുവോണം, പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. പുണർദം നക്ഷത്രം കാല്. പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, തിരുവോണം, അശ്വതി, ഭരണി, തിരുവാതിര. പൂയം നക്ഷത്രം പുരുഷന് അശ്വതി, പുണർദം, ആയില്യം, മകം, ഉത്രം, അത്തം, ചോതി, വിശാഖം, തൃക്കേട്ട, ഉത്രാടം, മുക്കാല്, തിരുവോണം. ആയില്യ നക്ഷത്രത്തിന് പുരുഷന് അശ്വതി, ഭരണി, കാർത്തിക, കാല്, തിരുവാതിര, പൂയം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. പൊരുത്തമൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഇവിടെ ചേരാത്ത നക്ഷത്രങ്ങളുണ്ട്. ചില നക്ഷത്രങ്ങൾക്ക് ചേരില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ശരിക്കും നോക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിനകത്ത് പഞ്ചാംഗത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. സന്താന പ്രകരണം എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അതിനകത്ത് ഈ കുട്ടികളിപ്പോൾ പെൺപിള്ളേർ മാത്രമാണ് 2-3 പെൺപിള്ളേരൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ വന്ന് സമീപിക്കപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരിതിനെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്, വിശകലനം ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് സന്താന പ്രകരണം എന്ന ഭാഗത്ത് പറയുന്നുണ്ട്, ഇന്നന്ന ദിവസങ്ങളിൽ അത് ചേർന്നാൽ ഇന്ന കുട്ടികൾ ഉണ്ടാവുക,
ആൺകുട്ടി ഉണ്ടാവുക, പെൺകുട്ടി ഉണ്ടാവുക, വൈകല്യമുള്ള കുട്ടികളുണ്ടാവുക, ബുദ്ധി വളരെയേറെ ഒത്തിരി വിദ്യാഭ്യാസം എല്ലാ രീതിയിലുള്ള സംസ്കാരങ്ങളും ഉള്ള ആളുകൾക്കും വൈകല്യമുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ സന്താന പ്രകരണം എന്ന് പറയുന്ന ഭാഗത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ഇന്ന ദിവസങ്ങളിൽ ഉണ്ടായാൽ വൈകല്യമാണ്, അല്ലെങ്കിൽ ബുദ്ധിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുക, അങ്ങനെ പല രീതിയിലും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് ആൾക്കാരിങ്ങനെ പറയും അത് യോഗമാണെന്ന് പറയില്ലേ. യോഗമല്ല, അത് ഉണ്ടാകേണ്ട ദിവസങ്ങളല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് സംഗതി ഉണ്ടാകുന്നതാണ്. അത് യോഗത്തിൻ്റെ അല്ല അങ്ങനെ ഉണ്ടാവണത്. അത് പഞ്ചാംഗത്തിൽ വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. അതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോസ് ഒന്ന് ചെയ്യാം. വളരെ ഒരുപാട് കാര്യങ്ങൾ അത് അതിനെപ്പറ്റി തന്നെ പറയാനുണ്ട്. നന്ദി, നമസ്കാരം.